എന്റെ അമ്മ. അവരുടെ ആശയാണ് എന്റെ വാശി. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ഹേ ഗൈസ്, അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വ്ളോഗ് പോയിട്ട് വന്നിനി. ഈ വ്ളോഗ് എൻ്റെ ലൈഫിൽ ഏറ്റവും കിടിലം ഒരു മെമ്മറിയബിൾ ആയിട്ടുള്ള വ്ളോഗായിരിക്കും. കാണാൻ എന്താ പറയുക, ഒരു കിടിലം സർപ്രൈസ് എല്ലാം ഉണ്ട്. അപ്പോൾ സർപ്രൈസ് എന്ത് എല്ലാം പറയുന്ന മുമ്പ് ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഥ പറയാം വാ ഗൈസ്. കഥ എന്നെന്ത് പറയാൻ പറ്റില്ല, എൻ്റെ ലൈഫിൽ നടന്ന സംഭവം റീസെൻ്റ്ലി. എന്ത് കഥ എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉത്സവത്തിനെല്ലാം പോയെങ്കിൽ അമ്പലത്തിലെല്ലാം പോയെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കമ്മലെല്ലാം കാണുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ പെട്ടിയിൽ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ കളക്ഷൻ, കുറച്ച് കളക്ഷൻ. എന്ത് കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും അമ്പലത്തേക്ക് പിന്നെ ഏതെങ്കിലും ഉത്സവത്തിനെല്ലാം പോയിട്ടാകുമ്പോൾ എനിക്ക് നല്ല മജേൻ്റെ കാണുന്ന കമ്മലെല്ലാം ഞാൻ ഇങ്ങനെ മേടിച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗുരുവായിരുന്നു മേടിച്ചത്, വെറുതെ ഇങ്ങനെ മേടിച്ചിട്ട് വെക്കൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനമെല്ലാം ഞാൻ ലാസ്റ്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കുമ്പളപെടി. നമ്മൾ കുമ്പളപെടിക്ക് പോയിട്ടാകുമ്പോൾ ഞാനൊരു കമ്മൽ അവിടെ നിന്ന് മേടിച്ചിട്ട് വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ടേ. മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ നേരെ പുണറ്റിയിൽ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അമ്മൻ്റെ ഒരു ഡയലോഗ് ഞാൻ കേട്ടത്. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, കണ്ട പെമ്പിള്ളേർക്കെല്ലാം നിങ്ങൾക്ക് കമ്മലും സാധനമെല്ലാം മേടിച്ചിട്ട് കൊടുക്കാൻ കഴിയുന്നല്ല നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നത്. നീ ഇതുവരെ അമ്മക്ക് എന്തെങ്കിലും തന്നിനാറാന്ന്. സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ഒന്ന് തള്ളക്ക് ഇപ്പം കമ്മൽ വേറെ അല്ല എന്നുള്ള മൈൻഡിൽ ഞാനിങ്ങനെ വിട്ടു. മാത്രം ഒരു പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അന്ന് രാത്രി എൻ്റെ മൈൻഡിൽ ഇത് തന്നെ. എന്നാലും അമ്മ പറഞ്ഞത് ശരി തന്നെ, ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തിനാ ഇല്ല. അപ്പം എന്താക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ മൈൻഡ് ഇതായിട്ടുണ്ടേ, ബ്ലാങ്ക്. അന്നത്തെ ദിവസം ഞാൻ ഫുൾ ഉറങ്ങിയിട്ടില്ല. ഇതെന്നെ മൈൻഡിൽ ഇതേ സാധനം. എന്തായാലും ചെയ്യണ്ടേ, അമ്മ പറഞ്ഞതും കാര്യമുണ്ട് എന്നല്ല പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ ആനിവേഴ്സറി മറ്റന്നാന്നുള്ളത് ഞാൻ അറിയുന്നത്. അതും എനിക്ക് ഓർമ്മ എന്തില്ല. ഇങ്ങനെ അനിയത്തി ആരോ പറഞ്ഞിട്ട് അറിഞ്ഞത് മാർച്ച് 7-ാം തീയതി അമ്മേൻ്റെ ആനിവേഴ്സറി. മാർച്ച് 1-ന് അമ്മയുടെ ബർത്ത്ഡേ, മാർച്ച് 2-ന് അമ്മയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വലുതായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല. കാരണം മാർച്ച് 7-ന് ഞങ്ങൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ഇട്ടു. സർപ്രൈസ് എന്ന് പറയുമ്പോൾ വലിയ എന്തോന്ന് നിങ്ങൾ വിചാരിക്കണം, ഒരു കുഞ്ഞ് സർപ്രൈസ്. ഒരു 15,000 റുപ്പീസ് വെർത്തുള്ള ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡ് കോയിന് നേരെ അമ്മക്ക് കൊടുക്കാനാണ് പ്ലാൻ. ഗോൾഡ് എന്ന് പറയുമ്പോൾ എല്ലാ പെമ്പിള്ളേർക്കും അറിയാലോ, അവർക്ക് ഒരു പെമ്പിള്ളേർക്കുള്ള ഒരു ഇഷ്ടമുള്ള സാധനം തന്നെ. അതിന് അമ്മമാരായാലും അനിയത്തിമാരായാലും ആർക്കായാലും ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇത് തന്നെ. അപ്പോൾ അമ്മക്ക് ഗോൾഡും അച്ഛന് ഒരു വെറൈറ്റി സാധനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അത്ര ഗോൾഡൻ ഡയമണ്ട്സ് പോയിട്ട് നമുക്കുള്ള ഗോൾഡ് മേടിക്കാം. അമ്മനെ സർപ്രൈസ് ആക്കാം ഗൈസ്. നമ്മൾ പൊന്നെടുക്കാൻ നമ്മളൊന്നിച്ച് ദുബായിൽ നിന്ന് എടുക്കാൻ നമ്മൾ ആളിറക്കി. അവിടെ ബോംബ് വീന്നതിൻ്റെ ഇടയിൽ ആളെല്ലാം വന്നിട്ട് അക്ഷയ വെൽക്കം, എങ്ങനെ നമുക്ക് പൊന്നെല്ലാം സെറ്റിൽ എടുത്ത് തരുമല്ലോ, എടുക്കാല്ലേ. അപ്പോൾ ഗൈസ് അക്ഷയ ഫ്രം ദുബായ് അല്ലേ, സെറ്റല്ലേ. പിന്നെ ടിങ്കു പ്രത്യേകിച്ച് കോണമെന്നില്ല, ഏടെ ഭയങ്കര വലിഞ്ഞ് കയറി വന്നോളൂ നാറി. അപ്പോൾ നമുക്ക് നേരെ അസ്ത്ര ഗോൾഡൻ ഡയമണ്ട്സ് പോയിട്ട് പൊന്നെടുക്കാം ഗൈസ്. നമ്മൾ അസ്ത്ര ഗോൾഡൻ ഡയമണ്ട്സ് വന്നിട്ട് നമുക്കിടുന്ന സാധനം മേടിക്കാം. ബാ ഗൈസ്, നമുക്കിവിടെ CRB ഫുള്ള് സെറ്റിംഗ് ആക്കിയിട്ട് പോയിട്ട് മേടിച്ചാൽ മാത്രം മതി. ഇതോടെ മുന്നേ ഓപ്പൺ ആയ ബ്രാൻഡ് കിട്ടില്ല ഒരു ഷോറൂം അസ്ത്ര ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് വിസിറ്റ് ആയിക്കോ. കുറേ കളക്ഷൻസ് എല്ലാം ഉണ്ട് നല്ല മജേൻ്റെ. ഏത് ടൈപ്പിലെ ഗോൾഡ് വേണമെങ്കിൽ വന്ന കേസ്, നിങ്ങൾ മാംഗ്ലൂർ ഭാഗത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വന്നോ. എങ്ങനത്തെ ടൈപ്പ് ഗോൾഡ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് സീൻ ഗൈസ്. അപ്പോൾ കുറേ സാധനം ഉണ്ട്. അവിടെ കാണിച്ചാൽ അത് കാണിച്ചാൽ നിങ്ങൾക്ക് മങ്ങലെല്ലാം കഴിക്കുന്നത് സെറ്റ്. ടിങ്കു മങ്ങല കഴിക്കുമ്പോൾ വേണ തിരുവള നല്ല കുഞ്ഞ് കാണിക്കുന്നത് ടിങ്കുവിൻ്റെ മംഗളത്തിനല്ല വീടുന്ന് തന്നെ. അത് കാണിച്ചാൽ അത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഡയമണ്ട് വേണം. ഡയമണ്ട് വേണോ? പഠിച്ചാലോ ഡയമണ്ട് കിടക്കും. പിന്നെ കമ്മൽ നമുക്കൊരു വീക്ക്നെസ് തന്നെ. ഇവിടെ കുറേ ഉണ്ട് നല്ല ഗോൾഡിൻ്റെ. എന്താക്കുന്ന മറ്റൊരു സന്തത്തിന് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് എന്തായാലും ഉണ്ടാവില്ല. കുറേ കമ്മലുണ്ട്. അവിടെ നോക്കിയടാ കമ്മൽ ഇഷ്ടം പോലെ ഉണ്ടോ. വൺ ഡേ അല്ലറാ സെറ്റാക്കാം, എല്ലാം സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സ്കീമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അസ്ത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സ്കീമിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഇൻവെസ്റ്റ് ആക്കിയത് 12,000 റുപ്പീസ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 വെർത്തുള്ള ഗോൾഡ്. ബട്ട് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏകദേശം എത്രയാണ്? ഏകദേശം 17,000 വന്നിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് എല്ലാം എടുക്കുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്നോ. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഗോൾഡ് നമുക്ക് കിട്ടി. നമുക്ക് കൊടുക്കാനുള്ള സാധനം എങ്ങനെ ഉണ്ടാ സെറ്റല്ലേ ഗോൾഡ്. ഇനി ഇതിൻ്റെ റേറ്റ് അങ്ങ് കൂടിക്കൊണ്ടേ പോകുന്നു അല്ലേ. യുദ്ധമെല്ലാം തുടങ്ങി, ബോംബെല്ലാം വന്നു, റേറ്റ് കൂടും എന്തായാലും. അപ്പോൾ ലാഭം തന്നെ. അപ്പോൾ താങ്ക് യു, കാണാം. ഓക്കെ ഗൈസ്, അമ്മക്കുള്ള സർപ്രൈസ് എടുത്ത്. അപ്പോൾ ഇനി പൊപ്പക്കുള്ള സർപ്രൈസ് അതെന്തായാലും നിങ്ങളും നെട്ടു. അമ്മക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പൊന്നെ നമ്മൾ എടുത്തു കൊടുത്തു. അച്ഛൻ എന്തായാലും ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാ. അച്ഛൻ ഇഷ്ടമുള്ള സാധനം എടുക്കാൻ പോവാ ഗൈസ്. അച്ഛൻ്റെ ഗിഫ്റ്റ്, പൊപ്പൻ്റെ ഗിഫ്റ്റ് വേറെ എന്തുമല്ല, സാക്ഷാൽ
സ്കോച്ച്. പക്ഷേ ഇപ്പോഴേ പറയുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കൊച്ചു പിള്ളേരെല്ലാം ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്തിലോട്ട് തലപോലിടരുത്. ഞങ്ങൾ പേഴ്സണലി അടിക്കാത്ത ആൾക്കാർ, അച്ഛനെല്ലാം പണ്ടേ അടിക്കുന്നതുകൊണ്ട് അച്ഛനൊരു സ്കോച്ച് നമ്മൾ എടുത്തിട്ട് കൊടുക്കാൻ പോകുന്നു. അച്ഛൻ്റെ ആഗ്രഹമല്ല അടിപൊളിയാ. ഈ ഗൈസ് സർപ്രൈസ് ആക്കാൻ വന്ന ചില ആൾക്കാരല്ലേ ഗൈസ്. സർപ്രൈസ് ആക്കാൻ എന്താ ഇവിടെ പൊടി വാരിയ പണി. അതെൻ്റെ മൈക്ക് ആണോ? മൈക്ക് വേണോ? ഈ ഗൈസ് മാമൻ്റെ അമ്മയ്ക്ക് അച്ഛന് സർപ്രൈസ് ആക്കാൻ വന്നത് തിന്നോ? ഹൈ ഗൈസ്, ഹലോ ഗൈസ്. ഗൈസ് നമ്മളെ ഫ്യൂച്ചർ എൻ്റെ മരുമോൻ പീക്കു. വിട് മൈക്ക്, വിട് മൈക്ക് വിടറാ. ഗൈസ് അല്ലേ ഗൈസ് തിന്നോ? ഗൈസ് ഇവിടെ സർപ്രൈസ് ആക്കാൻ എന്താ പൊടി പാരിയ പണി നടന്നുകൊണ്ട് പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നു. പീക്കുൻ്റെ മദർ ആൻഡ് എൻ്റെ ഏച്ചിൻ്റെ സ്മായി. ഇതെൻ്റെ അനിയത്തി. ഇവിടെ കാര്യമായ പണി ഇത് ചെറുങ്ങനെ. പിന്നെ ഇവർക്ക് കുറച്ച് വയസ്സല്ല, അപ്പോൾ ഭയങ്കര ഗ്രാൻഡ് എന്ന് വേണം. നമ്മൊരു ഒരു മയത്തിൽ ഗ്രാൻഡ് ആക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് റെഡി. ഇത് കാണിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് ഗൈസ്. 15,000 rupees വർത്തുള്ള ഗോൾഡ് കോയിന്. പിന്നെ നമ്മളെ ഡാഡിക്ക് സ്കാച്ച്, സാക്ഷാൽ സ്കാച്ച്, വാലന്റൈൻ സ്കാച്ച്. അപ്പോൾ സർപ്രൈസ് ആവാറാ? നിൻ്റെ അജ്ജി സർപ്രൈസ് ആവോ? അവന് മൈക്ക് കാണുമ്പോൾ തിന്നാന്ന് തോന്നുന്നു ഗൈസ്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വലിയ നിങ്ങൾ പ്രതീക്ഷിക്കണം. അമ്മ വാവ് എൻ്റെ മോൻ ഞങ്ങൾക്ക് പൊന്നി തന്നെ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. അമ്മ ലൈക്ക് പൊന്നി മൈക്കൊണ്ട് പോകും, അത്ര തന്നെ. അല്ലാതെ ഭയങ്കര സംഭവം ഒന്നും ഇല്ല. ഇത് കൊടുക്കുന്ന നമ്മളൊരു സന്തോഷത്തിന് അത്ര തന്നെ. അല്ലാണ്ട് ഇവർ വലിയ അയ്യോ എൻ്റെ മോനക്ക് പൊന്നി ഒന്ന് മറ്റേ വീഡിയോയിലെല്ലാം കാണാൻ വല്ല ഹഗ്ഗാക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയും പ്രതീക്ഷിക്കണം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മോഹവങ്ക മനസ്സിലേ ചെക്കൻ്റെ ബ്രേക്കപ്പ് ആയി നീ എന്ത് ആയി എൻ്റെ. നിനക്ക് എന്താ ഒരു സർപ്രൈസ് ആക്കുമ്പോൾ ഒരു സന്തോഷമില്ലാത്ത? നീ ബേജാറില്ല എന്താ? സെക്കൻഡ് ചെല്ലാൻ കാലം ഇപ്പത്തെ കാലം ഈനെടുക്കണ്ടാവും ഗേൾഫ്രണ്ട്. നമുക്കില്ല. അമ്മയും പപ്പയും അപ്പുറത്തുണ്ട്. എടാ എൻ്റെ പോരലുണ്ട്. ഇത് നമ്മുടെ ദോടമ്മേൻ്റെ പോര. അപ്പോൾ ഇവിടുത്തെ കാണുമ്പോൾ എല്ലാം വിളിക്കുന്ന. ഇപ്പോൾ ഒരു പേയുടെ ഫോട്ടോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിനി. അപ്പം വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇതാക്കിക്കൊണ്ട് വരാളറാ. അവിടെ ഇങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് കൊട്ടിക്കൊണ്ട് വരാം. 5 കേക്ക് മേടിക്കാം. ഓക്കെ കത്തി ഗൈസ്. അപ്പോൾ നന്ദു ഇടത്തിന് ഞങ്ങളെ നന്ദു മൊയ്തു. നന്ദുവിന് കുറേ പേരുണ്ടാവും, വേറെ വേറെ പേരിൽ അറിയപ്പെടുന്ന ആൾ നന്ദു മൊയ്തു. എന്താ നീ മൊയ്തു ഏത് നിനക്ക് ഇഷ്ടപ്പെട്ട പേര് ഏത്? കരിമൊയ്തു ആണോ എൻ്റെ ഇഷ്ടപ്പെട്ട പേര്? അപ്പോൾ സർപ്രൈസ് ആവോ? ഉറപ്പായിട്ടും. ആരി? നിന്റെ അമ്മ. എന്തിന്? ഇന്നലത്തെ ആനിവേഴ്സറി കാരണം ആനിവേഴ്സറി ആയതുകൊണ്ട് അതുകൊണ്ട് സർപ്രൈസ് ആവോ? സർപ്രൈസ് ആവും. ആനിവേഴ്സറി എല്ലാം കൊല്ലാന്നല്ലേ, അപ്പോൾ സർപ്രൈസ് ആവേണ്ട ആവശ്യം എന്താ പറയാ മനസ്സിലാവില്ല. എന്തായാലും സർപ്രൈസ് ആവും. സർപ്രൈസ് വെറുതെ ആയാലും സർപ്രൈസ് ആവും. സർപ്രൈസ് ആവും. സലീം സച്ചിൻ എന്താ പറയണ്ട? നീ നിന്റെ അപ്പനാ എന്തായാലും അമ്മ ആയിട്ട് അപ്പൻ സർപ്രൈസ് ആവൂന്നല്ലോ സ്കോച്ച് കിട്ടുമ്പോ. ആൾക്കാരെത്തി, ഫുള്ള് ഹൗസ്ഫുൾ ആൾക്കാരെത്തി. നമ്മളെ ബൈക്ക് നമ്മൾ കൊടുത്തു വയസ്സ്. അപ്പോൾ എൻ്റെ ബൈക്കല്ല അത്, സത്യം പറഞ്ഞാൽ പപ്പേൻ്റെ ബൈക്ക് പണ്ടത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ കുറേ കൊല്ലമായിട്ട്. അപ്പോൾ ആ ബൈക്കിലാണ് ഒരു എൻട്രി. ഈലിങ്ങനെ ഇപ്പോൾ വരൂ പപ്പപ്പറ പറ പപ്പപ്പ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ സെറ്റാക്കാം. ബ്രേക്കില്ല. അപ്പൊ വേറെ മുറിക്കാലേ ബൈക്ക് വെക്കി ബ്രേക്ക് ഇല്ലാത്ത ഒക്കത്തെ പേര് രണ്ടാൾ കൈ പിടിച്ചോണ്ട് നമ്മളെ അടിപൊളി. സമയത്ത് പപ്പ അമ്മ എത്തിരി എത്ര കൊല്ലായി മംഗലേറ്റ്? 22 കൊല്ലത്തില് എന്തല്ലായി? ഈ 2 ട്രോഫി ആയി. അതല്ലാത്ത വേറെ എന്തല്ലേ കൊറേ ആയി. അപ്പൊ സർപ്രൈസ് ആയില്ലേ? പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്ക് കേക്ക് ഒരുക്കാം. 22 കൊല്ലായി കഴിച്ചു മംഗലായിട്ട്. അങ്ക് 21 വയസ്സായി അല്ലെ? അങ്ക് 21 വയസ്സായി. അപ്പൊ മംഗലായിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനതിന്. അപ്പൊ കേക്ക് ഒരുക്കി പാട്ട് പാടണം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. വെക്കണ്ട പാടിയായി. ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലേ? ഹാപ്പി ആനിവേഴ്സറി 22. ഹാപ്പി ആനിവേഴ്സറി 22. ഹാപ്പി ആനിവേഴ്സറി. കുടിക്കുക നിങ്ങൾ. പപ്പ കുടിക്കും. ഇതല്ല
കൈവെട്ടാ 30 പേര് കൊടുത്തു നമുക്ക്. വീട്ടിലെ കല്ല് തേക്കണ്ട. അപ്പൊ എങ്ങനാ ഇപ്പൊ നിങ്ങൾ സർപ്രൈസ് ആയില്ലേ? മതിയാ സർപ്രൈസ്? എന്തുണ്ടെങ്കിൽ എന്തായാലും വേണോ സർപ്രൈസ്? വേണോ സർപ്രൈസ്? അങ്ങനത്തെ പ്രൊമോട്ട് ആക്കുന്നില്ല. സർപ്രൈസ് വേണോ? കണ്ട മനസ്സിൽ കണ്ടെങ്കിൽ സർപ്രൈസ്. അമ്മക്ക് എന്ത് സർപ്രൈസ് വേണം? ഇപ്പൊ നിങ്ങൾ എന്ത് കേട്ടോ ഞാൻ കൊണ്ടുതരും. എന്ത് വേണം? അപ്പൊക്ക് എന്തോ എന്ത് മരുമോളാ? സമയായിട്ട് അപ്പൊ എന്ത് ബിരിയാണി സൺഡേയാ. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. എങ്ങനെയുണ്ട് നോക്കിയതാ? കാണിക്കാ വരുത്തലുണ്ടല്ലേ? ഇത് കൊടുക്കുമ്പോ പോപ്പർ പൊട്ടിക്കണല്ലേ? ഇത് നാല് പോപ്പർ പിടിച്ചില്ല. വെട്ടിക്കണ്ട അങ്ങനെ പോപ്പറിന്റെ പോയി ഒരു പൊപ്പിടണ്ട. ഒരിക്കലും പ്രതീക്ഷിച്ച ഇങ്ങനത്തെ ഒരു പൊന്നു കൊടുക്കും. ഇത് എന്തിനു ഓർമ്മണ്ടാ? ഇതിന്റെ ഇടക്ക് നിങ്ങൾ ചെല്ലിയത് ഓർമ്മണ്ടാ? കുമ്പളവെടിന്ന് ഞാനൊരു കമ്മലെടുത്തോണ്ട് പറ്റോ? എന്തല്ലേ നിങ്ങൾ കാണാതെ പെണ്ണുക്ക് നടന്നിട്ട് വെക്കുന്നത്? അന്ന് എന്റെ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു. എന്ത് പറഞ്ഞാൽ ഞാൻ കമ്മൽ ഇങ്ങനെ എടുത്തിട്ട് വെക്കാം. നീ കണ്ടിട്ടുണ്ടോ വീഡിയോയില്? അപ്പൊ എന്റെ ഡയലോഗ് അടിച്ച ഏതോ കാണാത്ത പെമ്പിള്ളേർക്ക് വേണ്ടിട്ടല്ല നിനക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. എന്നിട്ട് നീ അനക്ക് വേണ്ടിട്ട് എന്താ തന്നില്ല? അവിടെ തന്നില്ലേ? സന്തോഷായില്ലേ? ഉപ്പക്ക് ഇപ്പൊ എന്തില്ല? എന്താക്കണം? പോപ്പർ പൊട്ടിക്ക് പപ്പക്ക് പിന്നെ എന്താക്കണം? ഒരു പോപ്പർ ഇതിനെടുക്ക പോപ്പർ പപ്പക്ക് എന്തിന് ഇതിനെടുത്തോണ്ട് പോയി? എന്ത് പൊട്ടി പോപ്പർ റെഡി. രണ്ട് സൈഡ് പൊട്ടിക്ക്. നീ എതിർന്നു. അങ്ങനെ പൊപ്പൊക്കെ എന്തില്ല മാറിയല്ലേ? ഇതാ ഒരു സാധനം. കെട്ടിയടിക്ക് രണ്ട് കോടയില്ല. അപ്പുറത്തോട്ടി ഇത് അൺബോക്സ് ആക്ക്. എന്തായിരിക്കുണ്ടോ ഇതിന്റെ ഉള്ളിൽ? എന്തായിട്ടുണ്ടാവും? MCL എന്തായിട്ടുണ്ടോ? അന്തരി എന്തായിട്ടുണ്ടോ? എന്തോട്ട് പൊട്ടിക്ക് മെല്ലെ പൊട്ടിക്കില്ല. മനസ്സിൽ ആഗ്രഹിച്ചത് എന്ത് നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ? ഒരു എന്ത് കിട്ടിയാവുന്നല്ലോ? ഒരു ഫുള്ള് കിട്ടിയാവുന്നു. ഒരു ഫുള്ളല്ല, ഒരു സ്കോച്ച് തന്നെ നിങ്ങൾക്ക് ഇന്നലെ തന്നെ നമ്മൾ മേടിച്ചു വെച്ചില്ല. എങ്ങനെയുണ്ട്? ബ്ലെൻഡഡ് സ്കോച്ച് കണ്ട സാധനം കണ്ട? അത്രേ ഉള്ളൂ. ഹാപ്പി അല്ലേ? ഇപ്പൊ അപ്പൊ എല്ലാരും ഹാപ്പി ആയി. അപ്പൊ അതന്നെ ഇത് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കാനുള്ള കാരണം തന്നെ ഞാൻ തമ്മന്റെ ആ ഒരു ഡയലോഗ്. അപ്പൊ ഇനി അങ്ങനത്തെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട അറിഞ്ഞാ? അപ്പൊ അത്ര തന്നെ അപ്പൊ അത്ര തന്നെ നമുക്ക്. അതന്നെ അപ്പൊ നമുക്ക് ഹാപ്പി അല്ലേ? അത്ര മതി. ഫുൾ ഹാപ്പി.
ആർക്കും കൊടുക്കാനല്ല, നിങ്ങൾ മാത്രം കുറച്ച് കുറച്ച് ഐസ് ഇട്ടിട്ട് കുടിച്ചാൽ മതി. നിങ്ങൾ യൂട്യൂബിൽ പോലെ പിടിക്കും, നിങ്ങൾക്കില്ല. ആരും പിരിഞ്ഞു പോകരുത്, എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ട്. ബാബा ഐസ്ക്രീം കുപ്പി വന്നില്ല, ഐസ്ക്രീം ഇതോടെ ഐസ്ക്രീം കുടിക്കും. ക്യാമറ കയ്യിൽ നിന്ന് പോകാൻ കാത്തോണ്ടോ കൈ ഇട്ടുള്ളതുകൊണ്ട്. ഹൈവാ ടെക്നോളജി നോക്കട്ടെ, കാണിക്ക്. ഏതാ ദുബൈയിലായാലും ആൾക്കാർ നാട്ടിനവർ ഇത് കണ്ട നാടൻ വൈബ്. ഫുൾ വൈബ് ഫുൾ ആൾക്കാർ സെറ്റ് ആയില്ല. പരിപാടി ഹാപ്പിയല്ലേ അപ്പാ കുപ്പിയും പിടിച്ച് ഇറങ്ങിയല്ലേ? അപ്പൊ ശരി, ബൈ ബൈ ബൈക്ക് ബൈക്ക് ടാറ്റയ്ക്ക് അമ്മ. ഒപ്പാ കൊടുത്തിട്ടുണ്ടാ, ഒരു തുള്ളി കൊടുത്തിട്ടുണ്ടാ. ഗൈസ്, ഒരു കിഡിലും ലൈഫിലുണ്ടായ ഒരു മൂമെൻ്റ് തന്നെ ഇന്നത്തെ ദിവസം. ഓരോ ഹാപ്പി, ഞാനും ഹാപ്പി, മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയായ ഒരു ദിവസം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തും അത് തന്നെ പറയാനുള്ള ചെറിയ ലൈഫ്, ചെറിയ ചെറിയ മൊമെൻറ്റ്സിനെ ഹാപ്പി ആയിട്ട് എടുക്കാം, നിങ്ങളെ കൂടെ ഉള്ളവരെ ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കാം. അപ്പോൾ അത്ര തന്നെ ഭയങ്കര അടിച്ചു പൊളിച്ച്. അച്ഛനെല്ലാം ഞാൻ സാധനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു തന്നെ ഒരു ഫുള്ള് കിട്ടിയാൽ കൊള്ളാം. സെയിം അതേപോലെ നമ്മൾ സ്കോച്ച് കൊണ്ടുകൊടുത്ത് അച്ഛൻ ഹാപ്പി, അമ്മക്ക് പൊന്നിട്ടിട്ട് അമ്മ ഹാപ്പി, നമ്മൾ എല്ലാവരും ഹാപ്പി. അപ്പോൾ മൊത്തത്തിലൊരു ഹാപ്പി വൈബുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ടായി. അപ്പോൾ അത്ര അടുത്ത വീഡിയോയിലാണ്. ബൈ.